പണ്ട് 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 ചെമ്പകം എന്നു പേരായ ഒരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്തെ രാജാവിന് 2 പെൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്. മൂത്ത മകളുടെ പേര് തൂക്കുവിളക്കെന്നും രണ്ടാമത്തെ മകളുടെ പേര് കുത്തുവിളക്കെന്നുമായിരുന്നു. അവരെ 2 രാജകുമാരന്മാർ തന്നെയാണ് വിവാഹം കഴിച്ചത്. അതിലെ കുത്തുവിളക്ക് എന്നു പേരുള്ള രാജകുമാരിയെ വിവാഹം കഴിച്ച രാജകുമാരൻ്റെ പേര് ശീതാങ്കൻ എന്നായിരുന്നു. ഈ ശീതാങ്ക രാജകുമാരൻ വിവാഹം കഴിച്ച് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ നായാട്ടിന് പോയി. തനിച്ചാണ് നായാട്ടിന് പോയത്. പിന്നീട് അദ്ദേഹം മടങ്ങി വന്നില്ല. തൻ്റെ ഭർത്താവ് തിരിച്ചു വരും എന്ന് കരുതി കുത്തുവിളക്ക് രാജകുമാരി കാത്തിരുന്നു. ഒരുപാട് കാലം അവൾ കാത്തിരുന്നു. പക്ഷേ ശീതാങ്കൻ നായാട്ടിനിടയിൽ വെച്ച് ഒരു ആനയുടെ കുത്തേറ്റ് മരിച്ചുപോയി എന്ന വാർത്ത നാട്ടിലെത്തി. ഇത് സത്യമാണോ എന്ന് ആൾക്കാർക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആരും കണ്ടിരുന്നില്ല. തൻ്റെ ഭർത്താവ് വരാത്തതിൽ കുത്തുവിളക്ക് രാജകുമാരിക്ക് വളരെയധികം ദുഃഖമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും രാജകുമാരി ഈ വാർത്ത അറിയിച്ചില്ല. മറ്റുള്ളവരെല്ലാവരും, രാജകൊട്ടാരത്തിലുള്ള എല്ലാവരും, അതിൽ കുത്തുവിളക്ക് രാജകുമാരിയുടെ ജ്യേഷ്ഠത്തിയായ തൂക്കുവിളക്ക് രാജകുമാരിയുണ്ട്, അവരെല്ലാവരും ഈ രാജകുമാരൻ മരിച്ചു എന്നറിഞ്ഞെങ്കിലും കുത്തുവിളക്ക് ഇതൊന്നും അറിയാതെ ഭർത്താവിനെ കാത്തിരുന്നു. എല്ലാ ദിവസവും അവൾ ഭർത്താവ് വരും എന്ന് കരുതി കൊട്ടാരത്തിൻ്റെ വാതിക്കൽ പോയി നോക്കി നിൽക്കും. അവൾ രാവിലെ കുളിച്ച് പ്രാർത്ഥിക്കും. നല്ലവണ്ണം ആഭരണങ്ങൾ അണിഞ്ഞ് പൊട്ടൊക്കെ തൊട്ട് ഭർത്താവിനെ കാത്തിങ്ങനെ നിൽക്കും. ഇത് കണ്ട് ഒരിക്കൽ ഈ തൂക്കുവിളക്ക് രാജകുമാരി അറിയാതെ അങ്ങ് ചിരിച്ചുപോയി. ഭർത്താവ് മരിച്ച ഒരു രാജകുമാരി നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, പൊട്ട് തൊടുക, ആഭരണങ്ങൾ അണിയുക എന്നൊന്നും പണ്ട് കാലത്ത് പതിവുണ്ടായിരുന്നില്ല. ആചാരത്തിന് വിരുദ്ധമായിട്ട് ഇങ്ങനെയൊക്കെ കുത്തുവിളക്ക് രാജകുമാരി ചെയ്യുന്നത് കണ്ടിട്ടാണ് പുച്ഛത്തോടെ ഈ തൂക്കുവിളക്ക് രാജകുമാരി ചിരിച്ചത്. ജ്യേഷ്ഠത്തെ കളിയാക്കി ചിരിക്കുന്നത് കണ്ടപ്പോൾ അനുജത്തിക്ക് എന്തോ ഒരു വിഷമം തോന്നി. അവൾ ചെന്ന് ജ്യേഷ്ഠത്തിയോട് നിർബന്ധത്തോടെ ചോദിച്ചു, എന്തിനാണ് നീ എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചത്? ഇന്ന് മാത്രമല്ല, പലപ്പോഴും ഞാൻ ഒരുങ്ങുമ്പോഴും പുറത്തു പോയി നോക്കി നിൽക്കുമ്പോഴും ഒക്കെ നീ ഇങ്ങനെ പുച്ഛത്തോടെ ചിരിക്കുന്നത് ഞാൻ കാണാറുണ്ടല്ലോ. നീ എന്താണെങ്കിലും എന്നോട് പറയൂ. കുത്തുവിളക്കിനോട് ഇക്കാര്യം പറയരുത് എന്ന് മാതാപിതാക്കളും മറ്റുള്ളവരും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിർബന്ധം സഹിക്കാൻ വയ്യാതെ ജ്യേഷ്ഠത്തി ഇക്കാര്യം അനുജത്തിയോട് പറഞ്ഞു. ശീതാങ്കനെ കാത്തിരുന്നിട്ട് കാര്യമില്ല. അദ്ദേഹം ആനയുടെ കുത്തേറ്റ് മരിച്ചുപോയി. ഇത് കേട്ട് കുത്തുവിളക്ക് രാജകുമാരിക്ക് വളരെയധികം ദുഃഖം വന്നു. അവളുടെ മുഖം മ്ലാനമായി. അവൾ താൻ ധരിച്ചിരുന്ന ആഭരണങ്ങളൊക്കെ പൊട്ടിച്ച് ദൂരെ എറിഞ്ഞു. പൊട്ടൊക്കെ മായ്ച്ചു കളഞ്ഞു. നിറമുള്ള വസ്ത്രം മാറ്റി വെളുത്ത വസ്ത്രം ഉടുത്തു. എന്നിട്ട് താൻ തീയിൽ ചാടി മരിക്കുകയാണ്, ഇനി ജീവിച്ചിരിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചു. എല്ലാവരും അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും എന്ത് പറഞ്ഞിട്ടും അവൾ ആശ്വസിക്കുന്നതേ ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ചു കാലമേ ശീതാങ്കൻ്റെ കൂടെ ജീവിച്ചുള്ളൂവെങ്കിലും അവരെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെയായിരുന്നു കഴിഞ്ഞിരുന്നത്. ഉടനെ തിരിച്ചു വരാം എന്ന് പറഞ്ഞു തന്നെയാണ് രാജകുമാരൻ അവളെ വിട്ടിട്ട് പോയത്. അതുകൊണ്ട് തന്നെയാണ് അവൾ ഇത്ര കാലവും കാത്തിരുന്നത്. കാത്തിരിപ്പൊക്കെ വിഫലമായി പോയി. അങ്ങനെ ദുഃഖം സഹിക്കാൻ വയ്യാതെ ഈ കുത്തുവിളക്ക് രാജകുമാരി വീട്ടിൽ നിന്നിറങ്ങി തൻ്റെ സേവകരോട് തനിക്ക് ഒരു ചിത ഒരുക്കാൻ ആവശ്യപ്പെട്ടു. എത്ര നിർബന്ധിച്ചിട്ടും മറ്റുള്ളവർ എത്ര പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ വഴങ്ങിയതേയില്ല. അവൾക്ക് ചിതയിൽ ചാടി മരിക്കണം, ജീവിക്കണ്ട. അവസാനം എല്ലാവരും കൂടി ചേർന്ന് അവൾക്ക് ഒരു ചിത ഒരുക്കി. നദിയുടെ കരയിലായിരുന്നു ഈ ചിത ഒരുക്കിയത്. എന്നിട്ട് കൈ കൂപ്പിക്കൊണ്ട് കുത്തുവിളക്ക് രാജകുമാരി ആ തീയിൽ ചാടി മരിക്കാൻ ഒരുങ്ങിയപ്പോൾ പെട്ടെന്ന് ഒരു മഴ പെയ്തു. വലിയ മഴയായിരുന്നു. ആ മഴയിൽ ഈ ചിത കെട്ടുപോയി. അവൾക്ക് തീയിൽ ചാടി മരിക്കാൻ പറ്റിയില്ല. കഠിനമായ മഴയിൽ പെട്ടെന്ന് നദി കര കവിഞ്ഞൊഴുകാൻ തുടങ്ങി. കുത്തുവിളക്ക് രാജകുമാരിയുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഓടി രക്ഷപ്പെട്ടെങ്കിലും രാജകുമാരി ഒഴുക്കിൽ പെട്ടുപോയി. കുലം കുത്തി ഒഴുകുന്ന നദിയിൽ അവൾ കുറേ ദൂരം ഒഴുകിപ്പോയി. വെള്ളം കുടിച്ച് അവൾക്ക് ബോധവും നഷ്ടപ്പെട്ടു. പക്ഷെ അവൾ മരിച്ചില്ല. ഒഴുകി അവൾ മറ്റൊരു സ്ഥലത്ത് ഒരു ഗ്രാമത്തിൽ ചെന്നടിഞ്ഞു. അവിടെ നദീതീരത്ത് മണലിൽ അവൾ അങ്ങനെ കിടക്കുകയായിരുന്നു. ദേഹം മുഴുവൻ മരവിച്ചു പോയിരുന്നു. അവൾ ചെന്നിരുന്ന സ്ഥലത്തിൻ്റെ പേര് നന്ദനവനം എന്നായിരുന്നു. ആ സ്ഥലത്ത് അലക്കുകാരിയായ ഒരു സ്ത്രീ അന്ന് തുണി അലക്കാൻ വന്നു. അപ്പോഴാണ് സുന്ദരിയായ ഒരു യുവതി നദീതീരത്ത് ബോധം കെട്ട് കിടക്കുന്നത് ഈ അലക്കുകാരി കണ്ടത്. അലക്കുകാരിക്ക് അവളെ കണ്ടപ്പോൾ വലിയ വാത്സല്യം തോന്നി. അവരെ അടുത്തുണ്ടായിരുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ഈ കുത്തുവിളക്ക് രാജകുമാരി അവിടുന്ന് എടുത്ത് തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവളെ ശുശ്രൂഷിച്ചു. അങ്ങനെ അവൾക്ക് ബോധം വന്നു. ബോധം വന്നപ്പോൾ അവൾ ചെറിയ വീട്ടിൽ കിടക്കുകയാണ്. എവിടെയാണെന്ന് അവൾക്കൊന്നും അറിഞ്ഞുകൂടാ. ആരാണെന്ന് അവൾ പറയാനും പോയില്ല. എന്തായാലും പിന്നീട് അവൾ ആ അലക്കുകാരിയുടെ വീട്ടിൽ താമസമായി.
അലക്കുകാരി അവളെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു. ഈ അലക്കുകാരിയുടെ വീടിൻ്റെ അയൽപ്പക്കത്ത് ഒരു മാല കെട്ടുന്ന സ്ത്രീയായിരുന്നു താമസിച്ചിരുന്നത്. അലക്കുകാരി രാവിലെ അലക്കാൻ പോയാൽ വൈകുന്നേരമേ തിരിച്ചു വരികയുള്ളൂ. അവർ നദീതീരത്ത് പോയി തുണി അലക്കുകയും അവിടെ തന്നെ ഉണക്കി വിരിക്കുകയും ചെയ്യും. ചിലപ്പോഴൊക്കെ മറ്റു വീടുകളിൽ നിന്ന് മുഷിഞ്ഞ തുണികൾ എടുക്കാൻ വേണ്ടി അവർ പോകാറുണ്ട്. മറ്റു ചിലപ്പോൾ അലക്കിയ തുണികൾ വീടുകളിൽ കൊണ്ട് കൊടുക്കാനും പോകും. എന്തായാലും ഒരുപാട് വൈകിട്ട് വീട്ടിൽ തിരിച്ചു വരാറുണ്ടായിരുന്നുള്ളൂ. ഈ സമയത്തൊക്കെ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് കുത്തുവിളക്ക് രാജകുമാരിക്ക് വല്ലാതെ മുഷിയാറുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ തൊട്ടടുത്തുള്ള ഈ മാല കെട്ടുന്ന സ്ത്രീയുടെ വീട്ടിൽ പോയിരിക്കുമായിരുന്നു. അവിടെ ഇരുന്നുകൊണ്ട് അവൾ മാല കെട്ടാൻ പഠിച്ചു. അവൾ മാല കെട്ടുന്നത് വളരെ ഭംഗിയായിട്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സ്ഥിരമായിട്ട് മാല കെട്ടിക്കൊണ്ടിരുന്ന ഈ സ്ത്രീ കെട്ടുന്നതിനേക്കാളും നല്ല വൃത്തിയായിട്ട് കുത്തുവിളക്ക് മാല കോരുക്കാൻ പഠിച്ചു. അങ്ങനെ ഒരു ദിവസം ഈ മാല കെട്ടുന്ന സ്ത്രീക്ക് സുഖമില്ലാതായി. അവർക്ക് ആ മാല കെട്ടാൻ പറ്റിയില്ല. അന്ന് കുത്തുവിളക്കാണ് അവർക്ക് മാല കെട്ടിക്കൊടുത്തത്. അവൾ നല്ല ഭംഗിയായിട്ട് മാല കെട്ടിക്കൊടുത്തു. രാജകൊട്ടാരത്തിൽ ഒരു ചെറിയ ക്ഷേത്രമുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിലെ 2 വിഗ്രഹങ്ങൾക്ക് ചാർത്താൻ ഈ സ്ത്രീയായിരുന്നു മാല കൊടുത്തിരുന്നത്. അന്ന് അവർ കുത്തുവിളക്ക് കോർത്തെടുത്ത മാലയാണ് ഈ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുത്തത്. ഈ മാല രാജ്ഞിയുടെ സവിശേഷ ശ്രദ്ധ ആകർഷിച്ചു. സാധാരണ മാല കെട്ടുന്നതിലും നല്ല ഭംഗിയായിട്ടാണ് ഇന്ന് മാല കെട്ടിയിരിക്കുന്നത്. രാജ്ഞി ഈ മാല എടുത്തിട്ട് ഇതാര് കോർത്ത മാലയാണ് എന്ന് ആ സ്ത്രീയോട് ചോദിച്ചു. ഇത് തൻ്റെ മകൾ കെട്ടിയ മാലയാണ് എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ മകളെ ഇപ്പം തന്നെ ഇവിടെ കൊണ്ടുവരണം എന്ന് രാജ്ഞി ആജ്ഞാപിച്ചു. മാല കെട്ടുന്ന സ്ത്രീ ഇത് ചെന്ന് അലക്കുകാരിയോട് പറഞ്ഞു. അലക്കുകാരി ആകെ വിഷമിച്ചു പോയി. ശിക്ഷിക്കാനാണോ എന്നാണ് പേടിച്ചത്. എന്തായാലും 2 സ്ത്രീകളും കൂടി കുത്തുവിളക്കിനെയും കൊണ്ട് രാജകൊട്ടാരത്തിൽ ചെന്നു. രാജ്ഞിക്ക് അവളെ കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. നല്ല സുന്ദരിയായ ഐശ്വര്യമുള്ള ഒരു പെൺകുട്ടി. രാജ്ഞി അവളോട് ചോദിച്ചു, എനിക്ക് കുട്ടികളെ നോക്കാനും എന്നും മാല കെട്ടിത്തരാനും ഇവിടെ ഒരാളെ ആവശ്യമുണ്ട്. നീ കൊട്ടാരത്ത് ജോലിക്ക് നിൽക്കുന്നു. എനിക്ക് എല്ലാ ദിവസവും ഇതുപോലെ ഭംഗിയായിട്ട് മാല കെട്ടിത്തരണം. മാത്രമല്ല എൻ്റെ കുട്ടികളെ ഒന്ന് നോക്കുകയും വേണം. രാജ്ഞിയുടെ ചോദ്യത്തിന് അങ്ങനെയാകാം എന്ന് ഈ കുത്തുവിളക്ക് രാജകുമാരി സമ്മതിച്ചു. അങ്ങനെ അവൾ കൊട്ടാരത്തിലെ ജോലിക്കാരിയായിട്ട് തീർന്നു. ശരിക്കും ഈ രാജ്ഞി കുത്തുവിളക്ക് എന്ന രാജകുമാരിയുടെ അമ്മയുടെ അനുജത്തിയായിരുന്നു. പക്ഷേ കുത്തുവിളക്ക് ഇതറിഞ്ഞിരുന്നില്ല. അവർ തമ്മിൽ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പഴയ കാലമാണ്. വിവാഹം കഴിച്ചു വിട്ടാൽ പിന്നെ സ്വന്തം ഗ്രഹത്തിലേക്ക് അങ്ങനെ പോകാറുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുത്തുവിളക്കിന് തൻ്റെ അമ്മയുടെ അനുജത്തിയെ അറിഞ്ഞുകൂടായിരുന്നു. ഇങ്ങനെ പാർത്ത് വരവേ ഒരു ദിവസം ഓരോ ആഘോഷത്തിനായിട്ട് കുറേ മുത്തുമാലകൾ വേണ്ടി വന്നു. നല്ല ഭംഗിയിൽ ഈ മുത്തുമാലകൾ കോർക്കാൻ വേണ്ടിയിട്ട് രാജ്ഞി കുറേ മുത്തുകളും അതിനു വേണ്ടിയിട്ട് കുറച്ച് ലോഹ നൂലുകളും കുത്തുവിളക്ക് രാജകുമാരിയെ ഏൽപ്പിച്ചിരുന്നു. രാജകുമാരിയെ മാത്രമല്ല മറ്റു പലരെയും രാജ്ഞി ഇങ്ങനെ മാല കോർക്കാൻ ഏൽപ്പിച്ചിരുന്നുവെങ്കിലും കുത്തുവിളക്കിൻ്റെ കയ്യിൽ കൊടുത്തിരുന്ന മുത്തുകൾക്ക് കുറച്ച് പ്രത്യേകതകളുണ്ടായിരുന്നു. അവ പല നിറത്തിലുള്ളവയായിരുന്നു. അത് വെച്ച് അവൾ നല്ല ഭംഗിയായിട്ട് മാല കോർത്ത് തരും എന്ന് രാജ്ഞിക്ക് അറിയാമായിരുന്നു. മറ്റുള്ളവരുടെ ബഹളത്തിൽ നിന്നൊഴിഞ്ഞ് കുറച്ച് മാറിയിരുന്ന് മാല കോരുക്കാൻ വേണ്ടിയിട്ട് കുത്തുവിളക്ക് രാജകുമാരി ആ രാജകൊട്ടാരത്തിലെ തോട്ടത്തിലുള്ള ഒരു ചെറിയ മണ്ഡപത്തിൽ പോയിരുന്നു. അങ്ങനെ അവൾ കുറേ നേരം മാല കൊരുത്തു. അപ്പോഴാണ് ജോലിക്കാരെ എല്ലാവരെയും ഉണ്ണാൻ ക്ഷണിച്ചത്. സാധാരണ രാജകൊട്ടാരത്തിലെ ജോലിക്കാരെ കൊട്ടാരത്തിലുള്ള ബാക്കി എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഉണ്ണാൻ ക്ഷണിക്കുക. അപ്പോഴേക്കും ഈ ജോലിക്കാർക്ക് നല്ല വിശപ്പായിരിക്കും. അപ്പോൾ ഇവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അത് കാരണം അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കൽപ്രതിമയുടെ മുന്നിൽ ഈ മുത്തുകളും ഈ ലോഹ നൂലും ഒക്കെ വെച്ചിട്ട് ഊണ് കഴിക്കാനായിട്ട് അകത്തേക്ക് പോയി. ഈ പ്രതിമയ്ക്ക് പോലും ഈ മുത്തുകളും നൂലും കണ്ടപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ പ്രതിമ ഈ നൂലുകൾ വായിലാക്കി കളഞ്ഞു. കുത്തുവിളക്ക് ഊണ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ താൻ വെച്ചിരുന്ന മാലയും മുത്തുകളും കാണുവാനില്ല. ഉടൻ തന്നെ അവൾ ഓടിച്ചെന്ന് രാജ്ഞിയെ വിവരം അറിയിച്ചു. പക്ഷേ രാജ്ഞി അവൾ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല. താൻ വളരെ വിശ്വസിച്ച് ഏൽപ്പിച്ച മുത്തുകളും ലോഹ നൂലും വെറുതെ നഷ്ടപ്പെടുത്തി കളഞ്ഞതിൽ രാജ്ഞി അവളെ ഒരുപാട് വഴക്കു പറഞ്ഞു. മാത്രമല്ല അവൾക്കൊരു ശിക്ഷ കൊടുക്കുകയും ചെയ്തു. ആ മാലയുടെ മുത്തുകൾ അവൾ കൽപ്രതിമയുടെ മുന്നിൽ വെച്ച് പോയി എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് നാളെ മുതൽ നീ ഒരു കൽപ്രതിമയായി ഇവിടെ നിന്നാൽ മതി എന്ന് രാജ്ഞി പറഞ്ഞു. അങ്ങനെ കുത്തുവിളക്ക് രാജകുമാരിയുടെ തലമുടി മുഴുവൻ മുണ്ടനം ചെയ്ത് മൊട്ടയടിച്ചു. അവളുടെ ദേഹം മുഴുവൻ കരി തേച്ചു. എന്നിട്ട് തലയിൽ ഒരു വിളക്കും ചുമന്ന് ദിവസവും വിളക്കുമാടത്തിൻ്റെ നിലയിൽ നിൽക്കുവാൻ ആജ്ഞാപിച്ചു. അങ്ങനെ എല്ലാ ദിവസവും രാജകൊട്ടാരത്തിൻ്റെ മുന്നിൽ ദേഹം മുഴുവൻ കരി തേച്ച് പിടിപ്പിച്ച് തലയിലൊരു വിളക്കും ചുമന്ന് കുത്തുവിളക്ക് നിൽക്കാൻ തുടങ്ങി. അവളൊരു കൽപ്രതിമയാണെന്നേ മറ്റുള്ളവർ വിചാരിക്കുകയുള്ളൂ. അനങ്ങാതെ നേരം വെളുക്കുവോളം നിൽക്കണം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മരിച്ചു പോയതായിട്ട്
കുത്തുവിളക്ക് വിചാരിച്ചിരുന്ന ശീതാങ്കൻ അനേകം സ്ഥാനമാനങ്ങളോടും രാജ്യലാഭത്തോടും കൂടി സ്വന്തം ഭാര്യ അന്വേഷിച്ചു പോകുന്ന വഴി അവിടെ ചെന്നു. കാട്ടിൽ വഴിതെറ്റിപ്പോയ അദ്ദേഹം മറ്റൊരു രാജ്യത്ത് പോവുകയും അവിടെ തടവിലാക്കപ്പെടുകയും ചെയ്തതായിരുന്നു. അവിടെ നിന്ന് സ്വന്തം ബുദ്ധിയാൽ പുറത്തു വന്ന അദ്ദേഹം ആ രാജാവിനെ തോൽപ്പിക്കുകയും ആ രാജ്യം പിടിച്ചെടുക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു വരികയും അവിടെ നിന്ന് തൻ്റെ സൈന്യത്തോടൊപ്പം തൻ്റെ ഭാര്യയായ കുത്തുവിളക്ക് രാജകുമാരിയെ തിരിച്ച് വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയായിരുന്നു. ചെമ്പകം എന്ന പേരായ കുത്തുവിളക്ക് രാജകുമാരിയുടെ രാജ്യമുണ്ടല്ലോ, ആ രാജ്യത്തേക്ക് പോകുന്ന വഴി ഈ നന്ദനം എന്ന രാജ്യത്തു കൂടി കടന്നു പോകേണ്ടതുണ്ടായിരുന്നു. അങ്ങനെയാണ് ശീതാങ്കൻ ആ രാജ്യത്തെത്തിയത്. ശീതാങ്കൻ എന്ന മഹാരാജാവ് തൻ്റെ രാജ്യത്തിനടുത്തുകൂടി പോകുന്നുണ്ട് എന്നറിഞ്ഞ രാജാവ്, ഈ നന്ദനം എന്ന രാജ്യത്തെ രാജാവ് ചെന്ന് അദ്ദേഹത്തെ ക്ഷണിച്ച് ഒരു ദിവസം തൻ്റെ വീട്ടിൽ അതിഥിയായി കൂടണം എന്ന് അപേക്ഷിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ഈ കൊട്ടാരത്തിൽ വന്നത്. അങ്ങനെ അതിഥിയായിട്ട് ഈ കൊട്ടാരത്തിൽ താമസിക്കാൻ വന്ന ശീതാങ്കൻ ഉറങ്ങാൻ കിടന്ന മുറിയുടെ വാതിക്കൽ വിളക്കും പിടിച്ചുകൊണ്ട് നിന്നത് ഈ നമ്മുടെ കുത്തുവിളക്ക് രാജകുമാരിയായിരുന്നു. അത് ഒരു കൽപ്രതിമയാണ് എന്നാണ് രാജകുമാരൻ വിചാരിച്ചത്. എന്നാൽ മരിച്ചുപോയി എന്ന് കരുതിയിരുന്ന തൻ്റെ ഭർത്താവിനെ ജീവനോടെ കണ്ട കുത്തുവിളക്ക് രാജകുമാരിയുടെ കൈകൾ മെല്ലെ ഒന്ന് വിറയ്ക്കുകയും അവളുടെ തലയിൽ വെച്ചിരുന്ന വിളക്കിൽ നിന്ന് കുറച്ച് എണ്ണ അവളുടെ തലയിൽ വീഴുകയും ചെയ്തു. മാത്രമല്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാനും തുടങ്ങി. കൽവിളക്കിനടുത്തുകൂടി പോയ രാജകുമാരന് കല്ലാണെങ്കിലും എത്ര മനോഹരമായിട്ടാണ് ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് അത്ഭുതം തോന്നി. അതുകൊണ്ട് അദ്ദേഹം അത് ശ്രദ്ധിച്ചു, അതിനെ സൂക്ഷിച്ചു നോക്കി. അതിന് തൻ്റെ ഭാര്യയായ കുത്തുവിളക്കിൻ്റെ ഛായ ഉണ്ടല്ലോ എന്ന് അദ്ദേഹത്തിന് അത്ഭുതം തോന്നുകയും ചെയ്തു. കറുത്തിരണ്ട ഈ കൽവിളക്കിൽ എണ്ണയും വെള്ളവും വീണ ഭാഗത്ത് നിറം മാറുന്നതായിട്ട് കണ്ടു. അവിടെ സ്വർണ്ണ നിറം തെളിഞ്ഞു വന്നു. രാജകുമാരൻ ആ പ്രതിമയുടെ തലയിൽ നിന്ന് ആ വിളക്കെടുത്ത് മാറ്റിവെച്ച് അത് ആരാണെന്ന് തിരക്കിയപ്പോഴാണ് അത് തൻ്റെ ഭാര്യയാണ് എന്ന് മനസ്സിലായത്. താൻ തലയിൽ ഇങ്ങനെ രാത്രി മുഴുവൻ വിളക്ക് ചുവന്ന് നിൽക്കുവാനുണ്ടായ കാരണത്തെപ്പറ്റി രാജകുമാരി അദ്ദേഹത്തോട് പറഞ്ഞു. രാജകുമാരന് വളരെയധികം ദുഃഖം തോന്നി. അവളുടെ സകല ദുഃഖത്തിനും ഹേതു താനാണ് എന്ന് മനസ്സിലാക്കുകയും മനസ്സറിയാതെ ചെയ്തു പോയ ഒരു തെറ്റിന് അവളെ ഇത്രയധികം ശിക്ഷിച്ച ആ രാജ്ഞിയെ അദ്ദേഹം വളരെയധികം ആക്ഷേപിക്കുകയും ചെയ്തു. അടുത്ത പ്രഭാതത്തിൽ തന്നെ ശീതാങ്കൻ കുത്തുവിളക്കുന്ന രാജകുമാരിയുടെ കയ്യും പിടിച്ച് രാജാവും രാജ്ഞിയും ഇരുന്നിരുന്ന മുറിയിലേക്ക് കയറി ചെല്ലുകയും രാജ്ഞിയുടെ കഠിന ഹൃദയത്തെപ്പറ്റി അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ചെയ്തു. അവരെ ആകെ വല്ലാതായിപ്പോയി. അവർ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ തന്നെ സ്വന്തം പല്ലക്കിൽ കുത്തുവിളക്കിനെയും കയറ്റി അദ്ദേഹം ചെമ്പക രാജ്യത്തേക്ക് പോയി. അവിടെ തൻ്റെ ഇളയ മകളും മരുമകനും മരിച്ചു പോയിരിക്കും എന്ന് വിശ്വസിച്ചിരുന്ന രാജാവിനെയും രാജ്ഞിയെയും സന്തോഷിപ്പിച്ചുകൊണ്ട് അവർ കടന്നു ചെന്നു. ശീതാങ്കൻ തൻ്റെ മരണം വരെയും പിന്നെ ഒരു ദിവസം പോലും കുത്തുവിളക്കിനെ പിരിഞ്ഞിരുന്നില്ല. അവർ വളരെ സന്തോഷത്തോടെ പിന്നെയുള്ള കാലം ജീവിച്ചു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.